കുട്ടികളെ അപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റും രണ്ട് കാറ്റഗറി അല്ലേ. ഒരു പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ ഈ സെറ്റ് ഉപയോഗിക്കാം ടി ഉപയോഗിക്കാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ്റെ കേസും പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ഈ പോപ്പുലേഷൻ മീൻ പഠിച്ചപ്പോൾ ഒരു പോപ്പുലേഷൻ മീൻ തരുമ്പോഴുള്ള അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇനി സപ്പോസ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ 2 പോപ്പുലേഷൻസിൻ്റെ മീൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അവ കമ്പയർ ചെയ്യണം. അവ ഈക്വൽ ആണോ അല്ലയോ, അവ തമ്മിൽ വ്യത്യാസമുണ്ടോ അല്ലയോ, അതാണ് കമ്പയർ ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ അവിടെയും ഈ സെറ്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്, ടി ടെസ്റ്റ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോപ്പുലേഷൻ മീൻസ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഈക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻസ് എന്നും പറയാം. അപ്പോൾ ഇവിടെ ചില അവസരങ്ങളിൽ സെറ്റ് ടെസ്റ്റും ചില അവസരങ്ങളിൽ ടി ടെസ്റ്റും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി അല്ലേ, ഏത് ടെസ്റ്റിംഗ് ആണെങ്കിലും അതിൻ്റെ പ്രൊസീജിയർ പറയുമ്പോൾ എത്ര സ്റ്റെപ്പുകളാണ് വരിക? 6 സ്റ്റെപ്പുകളാണ് വരിക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. പോപ്പുലേഷൻ മീനിനെ സൂചിപ്പിക്കുന്ന നൊട്ടേഷൻ എന്താണ്? മ്യൂ. ഇവിടെ എത്ര പോപ്പുലേഷൻ മീൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 പോപ്പുലേഷൻ മീൻസ്. അപ്പോൾ ആദ്യത്തെ പോപ്പുലേഷൻ്റെ മീനിനെ μ1 എന്നും രണ്ടാമത്തെ പോപ്പുലേഷൻ്റെ മീനിനെ നമുക്ക് μ2 എന്നും വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നൾ ഹൈപ്പോത്തസിസ് വരിക H0 ഇത് ഈക്വൽ ആണോ അല്ലയോ അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ ദ നൾ ഹൈപ്പോത്തസിസ് H0 μ1 ഈക്വൽ ടു μ2. μ1 ഈക്വൽ ടു μ2 എന്നുള്ളതായിരിക്കും ഇവിടുത്തെ നൾ ഹൈപ്പോത്തസിസ് വരിക. എഗെയിൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ത് വരും അല്ലേ, അത് നമുക്ക് അറിയാം. ഇപ്പോൾ 2 tailed ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു 1 tailed ആണെങ്കിൽ മോർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ വരും. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്യാം. ഞാൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വരുന്നത് ഒന്നില്ലെങ്കിൽ μ1 നോട്ട് ഈക്വൽ ടു μ2, അത് 2 tailed അവസ്ഥ. അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വരുന്നത് μ1 ലെസ് ദാൻ μ2 ഓർ μ1 ഗ്രേറ്റർ ദാൻ μ2. ആ 3 അവസ്ഥകളുണ്ട് ഓൾട്ടർനേറ്റീവിൽ, അതൊന്ന് ഓർത്ത് വെക്കുക. വീണ്ടും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഏത് ടെസ്റ്റ് നടത്തണം എന്നത് ഡിസൈഡ് ചെയ്യണം. നമ്മൾക്ക് സിഗ്മ അറിയാം. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതൊരു സാഹചര്യം, അതല്ലെങ്കിൽ സാമ്പിൾ ലാർജ് ആണെന്ന് വിചാരിക്കുക. ഈ 2 അവസരങ്ങളിലും സിഗ്മ തന്നിട്ടില്ല, പക്ഷേ സാമ്പിൾ ലാർജ് ആണ്. ഈ 2 അവസരങ്ങളിൽ നമ്മൾ ഇസഡ് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക. അല്ലാത്ത അവസരത്തിൽ ടി ടെസ്റ്റ് ഉപയോഗിക്കുക. എന്ന് പറയുമ്പോൾ സിഗ്മയും അറിയില്ല സാമ്പിൾ സ്മോളും ആണെങ്കിൽ ടി ടെസ്റ്റ് ഉപയോഗിക്കും. അപ്പോൾ വെൻ സിഗ്മ ഈസ് നോൺ, സിഗ്മ തന്നിട്ടുണ്ട്, സിഗ്മ ഈസ് ഗിവൺ, അല്ലെങ്കിൽ വേറൊരു അവസ്ഥ എന്ന് പറയുന്നത് സാമ്പിൾ ലാർജ്, സാമ്പിൾ ഇസ് ലാർജ്. ഇഫ് സിഗ്മ ഈസ് ഗിവൺ or if sample is large, then we apply Z test. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നമ്മൾ Z ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ സാമ്പിൾ ലാർജ് ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? Z ടെസ്റ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സിഗ്മ വന്നിട്ടുണ്ടെങ്കിൽ ഏത് ടെസ്റ്റ് ഉപയോഗിക്കാം? Z ടെസ്റ്റ് ഉപയോഗിക്കാം. അതർവൈസ് എന്ന് പറയുമ്പോൾ സിഗ്മയും അറിയില്ല സാമ്പിൾ സ്മോളുമാണ്. അതർവൈസ് ആ ഒരു സാഹചര്യം ഓർക്കുക, സിഗ്മയും അറിയില്ല സാമ്പിൾ സ്മോളുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടി ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ എപ്പോഴാണ് ഇസഡ് ടെസ്റ്റ് ഉപയോഗിക്കുക? സിഗ്മ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇല്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ ലാർജോ സ്മോളോ ഒന്നും നോക്കേണ്ട, നമുക്ക് ഇസഡ് ടെസ്റ്റ് തന്നെ ഉപയോഗിക്കാം. ഇനി ഞാൻ സപ്പോസ് സിഗ്മ തന്നിട്ടില്ല പക്ഷേ സാമ്പിൾ ലാർജ് ആണ്, ആ സാഹചര്യത്തിലും നമ്മൾ എന്ത് തന്നെയാണ് അപ്ലൈ ചെയ്യുക? ഇസഡ് ടെസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് രണ്ടും നടക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ സിഗ്മയും അറിയില്ല സാമ്പിൾ സ്മോളും ആകുന്ന അവസ്ഥ, അവിടെ മാത്രമാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യുക, ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഏത് ടെസ്റ്റ് നടത്തണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടതാണ്, നമ്മൾ ആൽഫ കാണും അല്ലേ. ആൽഫ മാത്രം കണ്ടാൽ മതിയോ? പോരാ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ആൽഫയും ഡിഗ്രി ഓഫ് ഫ്രീഡവും കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുമ്പോൾ അത് ഇസഡ് ടെസ്റ്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ കേസ് ടി ടെസ്റ്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത് n1 + n2 - 2 എന്നാണ്. ഈ n1ഉം n2ഉം എന്താണ്? ഇവിടെ നമ്മൾ 2 പേരെടുക്കുന്നുണ്ട് അല്ലേ, 2 സാമ്പിൾ, 2 പോപ്പുലേഷൻ. അപ്പോൾ ആദ്യത്തെ സാമ്പിളിൻ്റെ സൈസാണ് n1, രണ്ടാമത്തെ സാമ്പിളിൻ്റെ സൈസാണ് n2. ഓക്കെ, ആ n1ഉം n2ഉം കൂടെ കൂട്ടുക, 2 അതിൽ നിന്ന് കുറയ്ക്കുക. n1 + n2 - 2 എന്ന് പറയുന്നതായിരിക്കും ടിയിൽ വരുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം, ടി ടെസ്റ്റിൽ വരുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇസഡ് ടെസ്റ്റിലെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി.
അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കണം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇവിടെ ഏതൊക്കെ വരാം? ഇസെഡ് ആണ് വരുന്നത്. ഇസെഡ് ടെസ്റ്റ് ആണെങ്കിൽ ഇസെഡ് ആണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ടി ടെസ്റ്റ് ആണ് വരുന്നതെങ്കിൽ ടി ആണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. സോ വി വിൽ കമ്പ്യൂട്ട് ഇസെഡ് ഈക്വൽ ടു x1 ബാർ മൈനസ് x2 ബാർ ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇസെഡ് ടെസ്റ്റ് ആണെങ്കിൽ. അതല്ലെങ്കിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ് വരുന്നത്? ടി. ഫോർമുല സെയിം തന്നെയാണ്. x1 ബാർ മൈനസ് x2 ബാർ ബൈ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ ഈ x1 ബാറും x2 ബാറും എന്താണ്? x1 ബാർ എന്ന് പറയുന്നത് ആദ്യത്തെ സാമ്പിളിൻ്റെ മീൻ, സാമ്പിൾ മീൻ ആണ്. ആദ്യത്തെ സാമ്പിളിൻ്റെ മീനാണ് x1 ബാർ. x2 ബാർ എന്താണ്? രണ്ടാമത്തെ സാമ്പിളിൻ്റെ മീനാണ്. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. mu1 ആദ്യത്തെ പോപ്പുലേഷൻ്റെ മീൻ, mu2 രണ്ടാമത്തെ പോപ്പുലേഷൻ്റെ മീൻ. n1 ആദ്യത്തെ സാമ്പിളിൻ്റെ സൈസ്, n2 രണ്ടാമത്തെ സാമ്പിളിൻ്റെ സൈസ്. x1 ബാർ ആദ്യത്തെ സാമ്പിളിൻ്റെ മീൻ, x2 ബാറോ രണ്ടാമത്തെ സാമ്പിളിൻ്റെ മീൻ. അപ്പോൾ ഇനി സ്റ്റാൻഡേർഡ് എറർ കാണണം അല്ലേ? ഈ സ്റ്റാൻഡേർഡ് എറർ കാണുന്നതിന് വേണ്ടി 4 രീതിയിലാണ് ഫോർമുലാസ് വരിക. ഞാനപ്പോൾ ആ സാഹചര്യങ്ങൾ പറയാൻ എഴുതുന്നില്ല, ഫോർമുലാസ് പറയാം. ഈ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് സിഗ്മ അറിയാം. രണ്ട് പോപ്പുലേഷൻസിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെയിം ആണെന്ന് വിചാരിക്കുക. എന്നാൽ ആദ്യത്തെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സിഗ്മയാണ്, രണ്ടാമത്തെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സിഗ്മയാണ്. സിഗ്മ തന്നിട്ടുണ്ട്. ആദ്യത്തേതിൻ്റെയും രണ്ടാമത്തേതിൻ്റെയും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് എന്താണ്? സെയിം ആണ്, സിമിലർ ആണ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2 എന്നുള്ളതാണ്. എപ്പോഴാണ്? when the population standard deviations are known and they are equal. population standard deviation ആർസിൻസ് അറിയാം, അവ ഈക്വലുമാണ്. അങ്ങനെയാണെങ്കിൽ ഫോർമുല എന്താണ്? സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2 എന്നുള്ളതാണ്. സിഗ്മ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. n1 ആദ്യത്തെ സാമ്പിളിൻ്റെ സൈസ്, n2 രണ്ടാമത്തെ സാമ്പിളിൻ്റെ സൈസ്. ഇനി നൗ സപ്പോസ് ദാറ്റ് population standard deviations are known. അത് നമുക്കറിയാം, but they are unequal. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് നമുക്കറിയാം, ബട്ട് ദേ ആർ അൺഈക്വൽ, നോട്ട് ഈക്വൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 1 എന്നും രണ്ടാമത്തതിൻ്റെ സിഗ്മ 2 എന്നും എടുക്കാം എന്നർത്ഥം. രണ്ടും ഈക്വൽ അല്ല. അങ്ങനെയാണ് അവസ്ഥയെങ്കിൽ then the standard error is given by the formula square root of sigma 1 square by n1 plus sigma 2 square by n2. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് എററിൻ്റെ രണ്ട് ഫോർമുലാസ് കണ്ടു. ഇഫ് ദ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആർ നോൺ ആൻഡ് ദേ ആർ ഈക്വൽ. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആയ സിഗ്മ അതറിയാം, അവ തുല്യവുമാണ്. അങ്ങനെയാണെങ്കിൽ സാമ്പിളിൻ്റെ വലിപ്പം നോക്കേണ്ട കേട്ടോ. സിഗ്മ തന്നാൽ പിന്നെ സാമ്പിൾ സ്മോളോ ലാർജോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2 എന്നാണ് വരിക. നൗ സപ്പോസ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് നമുക്കറിയാം, അവ ഈക്വൽ അല്ല, ദേ ആർ നോട്ട് ഈക്വൽ. ആദ്യത്തേതിൻ്റെ സിഗ്മ 1 എന്നും രണ്ടാമത്തേതിൻ്റെ സിഗ്മ 2 എന്നും എടുക്കാവുന്ന അവസ്ഥ. then standard error equal to square root of sigma 1 square by n1 plus sigma 2 square by n2. ഇനി മൂന്നാമത്തെ അവസ്ഥ, നമ്മൾക്ക് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നേരിട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഫോമിൽ ഉപയോഗിച്ചിട്ട് സാമ്പിൾ വന്നിട്ടുണ്ടാവും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് അറിയില്ല, സിഗ്മ അറിയില്ല കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താണ്? S1 S2 ഒക്കെ അറിയാൻ പറ്റും എന്നുള്ള ഒരു ഇൻ്റർമീനിങ് ഉണ്ട്. സിഗ്മ അറിയില്ല, പക്ഷേ സാമ്പിൾ ലാർജ് ആണ്. സിഗ്മ ഇറ്റ് ഈസ് നോട്ട് നോൺ, നോട്ട് ഗിവൺ ഓർ നോട്ട് നോൺ. പക്ഷേ സാമ്പിൾ അല്ലെങ്കിൽ n എടുക്കുമ്പോൾ, സാമ്പിൾ സൈസ് എടുക്കുമ്പോഴോ അത് ലാർജ് ആണ്. സിഗ്മ അൺനോൺ ആണ്, പക്ഷേ സാമ്പിൾ ലാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർമുല വരിക റൂട്ട് ഓഫ് S1 സ്ക്വയർ ബൈ n1 പ്ലസ് S2 സ്ക്വയർ ബൈ n2 എന്നാണ് ഫോർമുല വരിക. എന്താണ് സാഹചര്യം? സിഗ്മ ഇസ് അൺനോൺ. സിഗ്മ എന്താണെന്ന് നമ്മൾക്ക് അറിയില്ല, പക്ഷേ സാമ്പിള് ലാർജ് ആണ്. then the formula is root of S1 square by n1 plus S2 square by n2. and the last category, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഡിഫറെൻ്റ് ആണെന്നൊന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ സിഗ്മ അറിയില്ല, സാമ്പിൾ ലാർജ് ആണ്. അസ്യൂം ദാറ്റ് ദ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആർ ഡിഫറെൻറ്റ്. ആ അവസരത്തിലാണ് സ്റ്റാൻഡേർഡ് എററിൻ്റെ ഫോർമുല എങ്ങനെ വരിക? റൂട്ട് ഓഫ് S1 സ്ക്വയർ ബൈ n1 പ്ലസ് S2 സ്ക്വയർ ബൈ n2. S1 S2 ഒക്കെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആട്ടോ. n1 n2 സാമ്പിളിൻ്റെ സൈസും. ഇനി ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സിഗ്മ അറിയില്ല, സാമ്പിൾ ഇവിടെ ലാർജ് ആയിരുന്നു, ഇനി സാമ്പിൾ സ്മോൾ ആവുക എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ അസ്യൂം ചെയ്യണം, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് സെയിം ആണെന്ന് അസ്യൂം ചെയ്യണം. എന്താണ്? സിഗ്മ ഇസ് അൺനോൺ, സിഗ്മ അറിയില്ല,
സാമ്പിളോ ലാർജ്. സിഗ്മ അറിയില്ല, സാമ്പിൾ സ്മോൾ ആണെങ്കിൽ √(s1²/n1 + s2²/n2) അല്ലേ. സിഗ്മ അറിയില്ല, സാമ്പിൾ സ്മോളുമാണ്. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഡിഫറെൻ്റ് ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ ചെയ്യുക. ആൻഡ് ദെയർ ദ ഫോർമുല ഈസ് √(n1 s1² + n2 s2² divided by n1 plus n2 minus 2 into 1/n1 plus 1/n2. ഓക്കെ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആയ സിഗ്മ അറിയില്ല, സാമ്പിൾ സ്മോൾ ആണ്. ഈ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് സെയിം ആണ്, രണ്ടിൻ്റെയും സെയിം, രണ്ട് പോപ്പുലേഷൻസ് ഉണ്ട്, രണ്ടുപേരുടെയും സെയിം ആണ് എന്ന് അസ്യൂം ചെയ്താൽ ദ ഫോർമുല ഈസ് √(n1 s1² + n2 s2² by n1 plus n2 minus 2 into 1/n1 plus 1/n2. അസംഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മളതിൻ്റെ വലിപ്പവും സിഗ്മ അറിയാമോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. സിഗ്മ അറിയില്ല, സാമ്പിൾ സ്മോൾ ആണെങ്കിൽ ദിസ് ഇസ് ദ ഫോർമുല. അപ്പോൾ ഒന്നും കൂടിയും പറയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസിൻ്റെ കേസുകൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് രണ്ടുപേരുടെയും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സാമ്പിളിൻ്റെ വലിപ്പം നോക്കണ്ട, ദ ഫോർമുല ഈസ് സിഗ്മ × √(1/n1 + 1/n2. വീണ്ടും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആയ സിഗ്മ ഡിഫറൻ്റ് ആണ്, ഈക്വൽ അല്ല, ഡിഫറൻ്റ് ആണ്, സിഗ്മ 1 സിഗ്മ 2. അപ്പോഴും സാമ്പിളിൻ്റെ വലിപ്പം നോക്കേണ്ട, ദ ഫോർമുല ഈസ് √(σ1²/n1 + σ2²/n2. അവസാനത്തെ രണ്ട് ഫോർമുലയിൽ സാമ്പിളിൻ്റെ വലിപ്പം നോക്കണം. ഇവിടെ സിഗ്മ അറിയില്ല, സാമ്പിൾ ലാർജുമാണെങ്കിൽ ദിസ് ഇസ് ദ ഫോർമുല. സിഗ്മ അറിയില്ല, സാമ്പിൾ സ്മോളും ആണെങ്കിൽ ആൻഡ് ദ ലാസ്റ്റ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആൻഡ് ഒരു മിനിറ്റ്, എ ഫസ്റ്റ് ഫോർമുല, ബി സെക്കൻഡ് ഫോർമുല, സി ആൻഡ് ഡി. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫൈൻഡ് ദ ടേബിൾ വാല്യൂ. ടേബിൾ വാല്യൂ എങ്ങനെയാണ് കാണേണ്ടത്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഡിഗ്രി ഓഫ് ഫ്രീഡവും ആ വാല്യൂസ് വെച്ചിട്ട് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. ടേബിൾ വാല്യൂവിനെ നമുക്ക് TV എന്ന് വിളിക്കാം. കാൽക്കുലേറ്റഡ് വാല്യൂ, നാലാമത്തെ സ്റ്റെപ്പിൽ കിട്ടുന്ന കാൽക്കുലേറ്റഡ് വാല്യൂ, കമ്പ്യൂട്ടഡ് വാല്യൂ അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂനെ CV എന്ന് വിളിക്കാം. ഈ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണെന്ന് വിചാരിക്കുക. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ, then we will accept the null hypothesis. And if the calculated value is greater than the table value, then we will reject the null hypothesis. അപ്പോൾ രണ്ട് പോപ്പുലേഷൻ മീൻസിൻ്റെ ടെസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അവ ഈക്വൽ ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്രൊസീജിയറിൽ 6 സ്റ്റെപ്പുകളാണ് വരിക. അപ്പോൾ ഒന്ന് നോക്കി മനസ്സിലാക്കുക, ഈ ഫോർമുലാസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The mean yield of wheat from a district A was 210 lbs with SG equal to 10 lbs per acre from a sample of 100 plots. അപ്പോൾ ഒരു 100 plots എടുക്കുന്നു. അപ്പോൾ സാമ്പിൾ സൈസ് N1, ആദ്യത്തെ സാമ്പിളിൻ്റെ വലിപ്പം 100. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അവിടുത്തെ മീൻ ഈൽഡ്, മീൻ എന്ന് പറയുമ്പോൾ സാമ്പിൾ മീൻ എത്രയാണ്? 210. SG എത്രയാണ്? 10. ഓക്കെ, വീണ്ടും in another district B the mean yield was 200 with SG 12 from a sample of 150 plots. രണ്ടാമത് നമ്മൾ എടുത്തപ്പോൾ 150 plots ആണ് സാമ്പിളായിട്ട് എടുത്തത്. അവിടുത്തെ മീൻ ഈൽഡ് 200 lbs ആയിരുന്നു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 lbs ആയിരുന്നു. Assuming that the standard deviation of yield in the entire state was 11. മൊത്തത്തിൽ ആ സ്റ്റേറ്റിൽ വരുന്ന, ഒരു സ്റ്റേറ്റിൽ വരുന്ന 2 ഡിസ്ട്രിക്റ്റുകളാണ് നമ്മൾ എടുത്തത്. മൊത്തത്തിൽ ആ സ്റ്റേറ്റ് എടുക്കുമ്പോൾ അവിടെ വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? 11 lbs ആണ്. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് വെദർ ദർ ഈസ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ ഈൽഡ്. സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻസ് എന്ന് പറയുമ്പോൾ എന്തായി? ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോപ്പുലേഷൻ മീൻസ് ആയി. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. നമ്മൾ ആദ്യം എടുത്ത സാമ്പിൾ എത്രയാണ്? 100 plots ആണ് അല്ലേ? അപ്പോൾ സാമ്പിൾ സൈസ്, ഫസ്റ്റ് സാമ്പിളിൻ്റെ സൈസിന് നമുക്ക് N1 എന്ന് കൊടുക്കാം. അത് എത്രയാണ്? 100. ഈ ഫസ്റ്റ് സാമ്പിളിൽ വന്ന മീൻ, അതിന് സാമ്പിളിൻ്റെ മീൻ ആണ് അല്ലേ? അപ്പോൾ അതിന് നമുക്ക് x1 ബാർ എന്ന് വിളിക്കാം, സാമ്പിൾ മീൻ. അത് എത്രയാണെന്ന് തന്നിരിക്കുന്നു? ഇറ്റ് വാസ് 210 വിത്ത് SD 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സാമ്പിളിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ SD എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് S1. ഇറ്റ് ഈസ് ഗിവൺ ആസ് 10. Similarly, second case, in another district B, the mean yield was from a sample of 150 plots. So, second sample in the വലിപ്പം എന്ന് പറയുന്നത് 150 ആണ്. അവിടെ വന്നിട്ടുള്ള മീൻ yield അല്ലെങ്കിൽ x2 bar എന്ന് പറയുന്നത് എത്രയാണ്? 200 lbs ആണ്. വിത്ത് SD എന്ന് പറയുന്നത് S2 അല്ലേ? സാമ്പിളിൻ്റെ ആണ്. സോ S2, it is given as 12.
പിന്നെ ഒരു അഡീഷണൽ കാര്യവും കൂടിയുണ്ട്. എന്താണ് അഡീഷണൽ കാര്യം? അസ്യൂമിങ് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് yield ഇൻ ദ എൻറ്റയർ സ്റ്റേറ്റ് വാസ് 11. എൻറ്റയർ സ്റ്റേറ്റ് എടുക്കുമ്പോൾ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എൻറ്റയർ സ്റ്റേറ്റിലെ അത് 11 ആണെന്ന് വന്നിരിക്കുന്നു. എന്നിട്ട് ഇവ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെ തന്നെ മോർ ലെസ് എന്ന് പറയുന്ന ഒരു വാക്കില്ല. ഈസ് ദർ എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്? അപ്പോൾ സെയിം ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ H0 എന്തെഴുതാം? 2 പോപ്പുലേഷൻ മീൻസ് ഈക്വൽ ആണോ അല്ലയോ എന്നാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ H0 μ1 ഈക്വൽ ടു μ2 ആണ്. ഓക്കെ, ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1 എങ്ങനെയാണ് വരേണ്ടത്? ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് അല്ലേ. വേറെ മോർ ലെസ് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളില്ല. സോ ഇറ്റ് ഇസ് μ1 നോട്ട് ഈക്വൽ ടു μ2. ഇറ്റ് ഇസ് ടു ടെയിൽഡ് ടെസ്റ്റ്. ഇനി ഏത് ടെസ്റ്റ് നമ്മളിവിടെ ഉപയോഗിക്കണം? ഇവിടെ സിഗ്മ തന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ സാമ്പിളിൻ്റെ വലിപ്പവും കൂടുതലല്ലേ. ഒരെണ്ണം 100ഉം പിന്നെ ഒരെണ്ണം 150ഉം ആണ് അല്ലേ. മോർ ദാൻ 30 ആണെങ്കിൽ ലാർജ് സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഏത് ടെസ്റ്റ് അപ്ലൈ ചെയ്യും? ഇസഡ് ടെസ്റ്റ്. അപ്പോൾ സെൻസ് സിഗ്മ ഈസ് ഗിവൺ, സിഗ്മ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ട. നമുക്ക് ഏത് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം? നമുക്ക് ഇസഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. സോ വി വിൽ അപ്ലൈ ഇസഡ് ടെസ്റ്റ്. ഇസഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൽഫ തരാത്തത് കൊണ്ട് നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 എന്നെടുക്കാം. ഇസഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ് വരിക? ഇൻഫിനിറ്റി. ഇസഡ് ടെസ്റ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. 4ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വില കാണാം. x1 ബാർ മൈനസ് x2 ബാർ ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് ഫോർമുല അല്ലേ. x1 ബാറും x2 ബാറും നമുക്ക് അവൈലബിൾ ആണ്. x1 ബാർ എന്ന് പറയുന്നത് 210 ആണ്, മൈനസ് x2 ബാർ എന്ന് പറയുന്നത് 200 ആണ്, ബൈ സ്റ്റാൻഡേർഡ് എറർ എന്ന് വരും. സോ സബ്സ്ട്രാക്ട് ചെയ്താൽ 10 ബൈ സ്റ്റാൻഡേർഡ് എറർ എന്ന് വരും. ഇനി നമ്മൾക്ക് സ്റ്റാൻഡേർഡ് എറർ കൂടി കണ്ടുപിടിച്ചാൽ മതി. ഇവിടെയാണ് കൺഫ്യൂഷൻ. എന്തിനാണ് ഈ ക്വസ്റ്റ്യനിൽ S1ഉം S2ഉം തന്നിരിക്കുന്നത്? സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ S1ഉം S2ഉം ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളെ ഒന്ന് മിസ്ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ S1ഉം S2ഉം നമ്മൾക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട് തന്നെയാണ്? സാമ്പിൾ ലാർജുമാണ്, സിഗ്മ തന്നിട്ടുമുണ്ട്. പിന്നെ എന്തിനാണ് S1ഉം S2ഉം? അതിൻ്റെ ആവശ്യമില്ല. സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫോർമുല എന്താണ്? ഫസ്റ്റ് ഫോർമുല സ്റ്റാൻഡേർഡ് എററിൻ്റെ എന്താണ് ഫസ്റ്റ് ഫോർമുല? സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2. അപ്പം നമ്മളെ ഒന്ന് കുഴയ്ക്കാൻ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ S1 S2 തന്നിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? ഇല്ല. മീൻ മാത്രം നമുക്ക് മതി അല്ലേ. അപ്പോൾ S1ഉം S2ഉം ഇവിടെ ആവശ്യം വരുന്നില്ല. ബിക്കോസ് സിഗ്മ ഈസ് ഗിവൺ. അപ്പോൾ നമ്മൾ ഏത് ഫോർമുലയാണ് ഉപയോഗിക്കുക? സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2. സിഗ്മ എത്രയാണ്? 11. സോ 11 ഇൻറ്റു റൂട്ട് ഓഫ് 1/n1. n1ൻ്റെ വില എത്രയാണ്? ഫസ്റ്റ് സാമ്പിളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 100 ആണ് അല്ലേ. സോ 1/100 പ്ലസ് 1/n2. സെക്കൻഡ് സാമ്പിളിൻ്റെ വലിപ്പം എത്രയാണ്? 150. സോ 1/150. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. 11 ഇൻറ്റു റൂട്ട് ഓഫ് 1/100 ചെയ്ത് നോക്കുക, 0.01 ആണ്. അതുപോലെ 1/150 ചെയ്താൽ കിട്ടുക 0.007 എന്നാണ്. ഇത് രണ്ടും കൂടി ബ്രാക്കറ്റിൽ റൂട്ടിനുള്ളിൽ വരുന്ന രണ്ട് ടേംസും കൂടി ആഡ് ചെയ്താൽ റൂട്ട് ഓഫ് 0.017 എന്ന് കിട്ടും. 0.017ൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക 11 ഇൻറ്റു 0.1304 എന്നാണ് കിട്ടുക. എന്നിട്ട് ഈ 11ഉം 0.1304 കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1.43 എന്ന് ആൻസർ കിട്ടിക്കോളും. സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ കിട്ടുക 1.43 എന്നാണ്. അതിനുശേഷം ഈ സ്റ്റാൻഡേർഡ് എറർ ഇവിടെ 10 ബൈ സ്റ്റാൻഡേർഡ് എറർ അല്ലേ, അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇസഡ് കിട്ടും. Therefore ഇസഡ് ഈക്വൽ ടു 10 ബൈ 1.43. അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. റൗണ്ട് ചെയ്യാം, 7 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ കമ്പ്യൂട്ടഡ് വാല്യൂ, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ടേബിൾ വാല്യൂ കാണാം. ടേബിൾ വാല്യൂ കാണുമ്പോൾ നോക്ക്, ഇത് 2 tailed ടെസ്റ്റ് ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. ആൽഫ 0.05 ആണ് അല്ലേ. 2 tailed ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ ടി ടെസ്റ്റ് ഇസഡ് ടെസ്റ്റ് വാല്യൂസിൻ്റെ ടേബിൾ എടുത്തിട്ട് 2 tailed ടെസ്റ്റ് ആകുമ്പോൾ ഫസ്റ്റ് ലൈനിൽ വരുന്ന ആൽഫ വാല്യൂസ് ആണ് നോക്കേണ്ടത്. ആ ആൽഫ വാല്യൂസിൽ എന്ത് ചെയ്യണം? 0.05 എന്ന് പറയുന്ന ആൽഫ വാല്യൂ ഫസ്റ്റ് ലൈൻ, 2 ലൈനിൽ വാല്യൂസ് വന്നിട്ടുണ്ട്. ഒരെണ്ണം ബ്രാക്കറ്റിലും ഒരെണ്ണം മുകളിലും. മുകളിൽ വരുന്നതാണ് 2 tailed, ബ്രാക്കറ്റിൽ വരുന്നതാണ് 1 tailed അല്ലേ.
അപ്പോൾ ഇത് 2 tailed ആണ്. അപ്പോൾ മുകളിൽ വരുന്ന ആൽഫ വാല്യൂസിൽ 0.05 എന്ന് പറയുന്ന ആ കോളം എടുത്ത് വെക്കുക. എന്നിട്ട് താഴേക്ക് നോക്കുക. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ റോസ് ഉണ്ട്. അതിൽ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ റോ ആണ്. അതിൻ്റെ നേരെ 0.05ൻ്റെ താഴെ വരുന്ന വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 2 tailed ആയതുകൊണ്ട് തന്നെ 1.96 എന്നാണ് കിട്ടുക. സോ ടേബിൾ വാല്യൂ ഞാൻ ടി വി എന്ന് ഷോർട്ടായിട്ട് എഴുതുവാണ്. അത് കിട്ടുക 1.96 എന്നാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന വില 7 ആണ്. ടേബിൾ വാല്യൂ കിട്ടിയിരിക്കുന്നത് 1.96 ആണ്. കമ്പയർ ചെയ്യാം. കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാൾ വളരെ വലുതാണ് അല്ലേ, 7. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1.96. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വി വിൽ റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. ഇവർ പറയുന്ന കാര്യം ശരിയല്ല, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്, ഇവ തമ്മിൽ ഈക്വൽ അല്ല, വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത വാല്യൂസും കൂടി തരും, നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സിഗ്മ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട. എന്തായിരിക്കും ഫോർമുല? സാമ്പിൾ ലാർജ് ആണെങ്കിലും സ്മോൾ ആണെങ്കിലും ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ് ഉള്ളൂ എങ്കിൽ ദ ഫോർമുല ഈസ് സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 1/n1 + 1/n2 ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.